എളുപ്പമായിരുന്നു കമ്പാരിറ്റീവ്ലി. എളുപ്പമായിരുന്നു. മാത്സ് ഒക്കെ എളുപ്പമായിരുന്നു. മലയാളം മലയാളം കുഴപ്പമില്ല. മലയാളം ചെയ്തിട്ടില്ല. GK ഏരിയാസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു കുറെയൊക്കെ നമുക്ക്. സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഹിസ്റ്ററി ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൂടുതലും പൊളിറ്റി അതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷന്റെ സൈഡിൽ നിന്ന് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. പോളിസീസ് ഒക്കെ ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ക്വസ്റ്റ്യൻ? നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിരുന്നു. ഡയറക്റ്റ് ആയിരുന്നു. എത്ര അറ്റംപ്റ്റ് കൊടുക്കാൻ പറ്റി? 70 ആണ്. ഓവറോൾ ഡിഫിക്കൽറ്റി ലെവൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര ഈസി എന്ന് പറയാൻ പറ്റും, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഡിഫിക്കൽട്ട് പറയാൻ പറ്റില്ല. താങ്ക് യു. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? GK പാർട്സ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന തന്നെയാണ്. പാറ്റേൺ ഒക്കെ വന്നിട്ടുണ്ട്. ഏത് ഏരിയ കൂടുതലായിട്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റി? ജനറൽ സയൻസിന്റെ ക്വസ്റ്റ്യൻസും സയൻസ് ബേസിക് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെ ഓക്കെ ആയിരുന്നു. ഇംഗ്ലീഷും ഭയങ്കര എളുപ്പം തന്നെയായിരുന്നു. എത്ര അറ്റംപ്റ്റ് കൊടുക്കാൻ പറ്റി? 85+85. ഡിഫിക്കൽറ്റി ലെവൽ എങ്ങനെയായിരുന്നു? ഡിഫിക്കൽറ്റി ലെവൽ മീഡിയം റേഞ്ച് അല്ലേ? ഓക്കെ. GK പാർട്സ് ഒക്കെ റീസണിങ്, മലയാളം, മാത്സ് കുഴപ്പമില്ലായിരുന്നു. മലയാളം ഓക്കെ ആയിരുന്നു. എത്ര അറ്റംപ്റ്റ് കൊടുക്കാൻ പറ്റി? 70. ഡിഫിക്കൽറ്റി ലെവൽ എങ്ങനെ ഉണ്ടായിരുന്നു? അത്യാവശ്യം ചില ഭാഗത്തൊക്കെ കമ്പ്യൂട്ടറൊക്കെ പാടാണ്. ഹിസ്റ്ററി ഏരിയക്ക് കാര്യമായിട്ടൊന്നുമില്ലായിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ കുറവാണ്. പഠനപോത്ത് കുറവായിരുന്നു. മാത്സ്, റീസണിങ്, മെന്റൽ എബിലിറ്റി ഒക്കെ പാടായിരുന്നു. എത്ര അറ്റംപ്റ്റ് കൊടുക്കാൻ പറ്റി? ഡിഫിക്കൽറ്റി ലെവൽ എത്ര കൊടുക്കും? മോഡറേറ്റ് ആയിരുന്നോ? ഡിഫിക്കൽട്ട് ആയിരുന്നോ? ഡിഫിക്കൽട്ട് ആയിരുന്നു. വലിയ കുഴപ്പമില്ലായിരുന്നു. ഇംഗ്ലീഷും മലയാളവും ഈസി ആയിരുന്നു. പിന്നെ കുറച്ച് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അനലിറ്റിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നോ? അനലിറ്റിക്കൽ ആയിരുന്നു. പിന്നെ കുറെ പ്രസ്താവനകൾ, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു. ചോദിക്കുമ്പോൾ ചോദിച്ചിരിക്കുന്ന സാധനം കിട്ടിയോ ചോദിച്ചാൽ ഇല്ല. പക്ഷെ റീസണിങ്, മാത്സ്, മെന്റൽ എബിലിറ്റി ഒക്കെ മെന്റൽ എബിലിറ്റി ഒക്കെ അത്യാവശ്യം സിമ്പിൾ ആയിരുന്നു. ഇംഗ്ലീഷും മലയാളം സിമ്പിൾ ആയിരുന്നു. എത്ര അറ്റംപ്റ്റ് കൊടുക്കാൻ പറ്റി? 25. ഡിഫിക്കൽറ്റി ലെവൽ എങ്ങനെയായിരുന്നു? ഡിഫിക്കൽട്ട് ആയിരുന്നു? മോഡറേറ്റ് ആയിരുന്നു. ട്രിക്കി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു. അനലിറ്റിക്കൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതലും വന്നത്. മാത്സ് ഇത്തിരി ചെയ്യാൻ സമയം കിട്ടിയോ? കിട്ടിയില്ല. എനിക്ക് അറിഞ്ഞൂടാ കാര്യം. ഓക്കെ. ഇംഗ്ലീഷ് കുഴപ്പമില്ല. ഇംഗ്ലീഷ് എളുപ്പമായിരുന്നു. ഓക്കെ. മലയാളം കുഴപ്പമില്ലായിരുന്നു. എത്ര അറ്റംപ്റ്റ് കൊടുത്തു? 2 എങ്ങനെ ഉണ്ടായിരുന്നു? GK ഏരിയ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഡീറ്റെയിലായിട്ട് നല്ല ഡീറ്റെയിലായിട്ട് പഠിച്ചാൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് കുറച്ച് ടൈറ്റായിട്ടാണ് തോന്നിയത്. എക്കണോമിക്സ് കുഴപ്പമില്ല. ഇംഗ്ലീഷും വലിയ പ്രശ്നമില്ല. മാത്സും വലുതായിട്ട് കാണിച്ചിട്ടുണ്ട്. മലയാളം കുഴപ്പമില്ല. ചെയ്യുന്നവർക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ എത്ര അറ്റംപ്റ്റ് കൊടുക്കാൻ പറ്റി? ഏകദേശം ഒരു 60 അറ്റൻഡ് ചെയ്തു. 60 അറ്റംപ്റ്റ് ചെയ്തു. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? GK ഏരിയക്ക് റീസണിങ്, മാത്സ് ഏകദേശം നോക്കിയിട്ട് എന്താ തോന്നി? കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എത്ര അറ്റംപ്റ്റ് കൊടുക്കാൻ പറ്റി? 50. 50. താങ്ക് യു.